വെൽക്കം ടു ആൽഫാസ് മെറോഡ് കഫേ. ഇന്ന് നമ്മളൊന്ന് കൂർഗ് വരെ പോവാണ്. ഓർക്കാപ്പുറത്തുള്ള ഒരു യാത്രയായിരുന്നു ഞങ്ങളുള്ളത് ശ്രീലങ്കപ്പട്ടണത്താണുള്ളത്. ഇപ്പം ഇവിടുന്ന് പോവാണ്, കൂർഗിലോട്ട് യാത്ര ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങൾ ഓരോരോ കാഴ്ചകളായിട്ട് കാണിക്കാം. ഇവിടെയൊക്കെ നല്ല നെല്ലിൻതോപ്പാണ്, അതെല്ലാം കാണിച്ച് അങ്ങോട്ട് പോകാം. നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്തൊരു ഭംഗിയാണ്, എല്ലാ പാടമാണ്. നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു സംഭവമല്ല. നമ്മൾ പാടമൊക്കെ കാണാൻ പോലും ഇല്ലല്ലോ. അപ്പോൾ ഇതുണ്ടോ, ഒത്തിരി ഉണ്ട് നമ്മളെ പുറകിൽ. ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ ഇതുണ്ടോ, നമ്മൾ നിൽക്കുന്നതിൻ്റെ പുറകിൽ ഭയങ്കര ഒരു ഭംഗിയൊക്കെ ഉണ്ടോ. കതിരായിട്ട് വരുന്നുണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു. ഇതുണ്ടോ, കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. വീഡിയോ അടുത്തേക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ. നമ്മുടെ അന്യം നിന്നുപോയ സംഭവമാണ് നമ്മുടെ പാടമൊക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒത്തിരി കാണാൻ പറ്റുന്നുണ്ടോ. നോക്കത്താ ദൂരത്തുണ്ടോ ഇവിടെ പാടമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ പല അരികളും ഉണ്ട് കേട്ടോ. കുഞ്ഞ് ബിരിയാണി റൈസ് പോലത്തെ അരിയും അതിൻ്റെയൊക്കെ പാടമാണ് ഇവിടെ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നല്ല. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. അല്ലാത്തൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല നല്ല കാഴ്ചകൾ കാണിക്കാം കേട്ടോ. ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഡീപോൾ എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട് ഇവിടെ. ആ കോളേജിൻ്റെ മുന്നിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം കണ്ടപ്പം നല്ല രസമുണ്ട്. ആ കോളേജ് കാണാനും അതിൻ്റെ ആ ഫ്രണ്ട് ഭാഗം എല്ലാം കാണാൻ നല്ല ഇതാണ്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണ്. നോക്കി, നല്ല പൂക്കളൊക്കെ ആയിട്ടുള്ള കണ്ടീഷനാണ് അത് കാണാൻ വേണ്ടി. ഈ കോളേജ് ഉള്ളത് വൃന്ദാവനത്തിൻ്റെ തൊട്ടടുത്താണ് ഈ കോളേജ് ഉള്ളത്. അപ്പം മൈസൂർ റോഡ് വരുമ്പം വൃന്ദാവനത്തിൻ്റെ അടുത്താണ്. ഇതുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ സ്പ്രിംഗ്ലറൊക്കെ വെച്ച് നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് അവിടെ. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടി, നോക്കി നിന്ന് പോകുന്നു. അപ്പോൾ നമ്മൾ കാട്ടിലൂടെ യാത്ര ചെയ്യാണ്. കണ്ടോ, നമ്മള് കാടായത് ആനക്കാട് എന്ന് പറയും. ആനച്ചക്കൂറല്ലേ, ആനച്ചക്കൂറല്ലേ. ആനച്ചക്കൂറിന്റെ പോർഷേക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയാണ് ഞങ്ങള് കിടന്നുറങ്ങുന്നത്. പേടിയാ ആന പുറത്ത് വരുമോ അല്ലേ. നമ്മൾ രാത്രി വരുമ്പോ വല്ലപ്പോഴും എല്ലാം കാണാറുണ്ടല്ലേ. രാത്രി സമയത്തൊക്കെ സൈഡിലൊക്കെ ഉണ്ടാവും, എവിടെയെങ്കിലും ഇറങ്ങി നിൽക്കും ചില സമയത്ത്. പകലൊന്നും കാണത്തില്ല. വളർത്തുന്ന അവിടെ ഉണ്ടല്ലോ, കുറച്ച് ലാസ്റ്റിലുണ്ട് വളർത്തുന്ന. ഇത് ഈ ഇവിടെയൊക്കെ അല്ലേ നമ്മൾ പണ്ട് കാണുന്ന സ്ഥലം. ഇവിടെ ഒരമ്പലം പോലത്തെ അല്ലേ. ഇവിടെ എന്തോ പൂജ ചെയ്യുന്ന പൂജ. ഇവിടെ ആന വരുകയും ചെയ്യുന്ന പൂജ ചെയ്യുന്ന സ്ഥലമാകുമ്പോ പഴമൊക്കെ കൊടുക്കല്ലേ. പുലീന്റെ ചിഹ്നമൊക്കെ ഉണ്ട്. ഉണ്ടാവുമായിരിക്കും, നമ്മള് കാണാറില്ല. മാനിനെ കണ്ടിട്ടുണ്ട് രാവിലെ വെള്ളമൊക്കെ വരും അല്ലേ. മയില്, മാന്. അപ്പൊ ഞങ്ങൾ അടുത്ത ചെക്ക് പോസ്റ്റും കഴിഞ്ഞിട്ട് അടുത്ത കാട്ടിലോട്ട് കയറി. ഇത് കൂർഗിന്റെ കാടല്ലേ. ഇവിടെ കൊറേ വളർത്തുന്ന ആനയുണ്ട്. കണ്ടോ, കൊറേ ഉണ്ട് ആ സൈഡ്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറച്ചേ ഉള്ളൂ, എന്നാലും അവിടെ ഉണ്ട്. 2-3 ഉണ്ട് അവിടെ. കാണിക്കാം. കണ്ടോ, ആ പോകുന്നു, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കണ്ടോ, ഇതുണ്ടോ ഇവിടെ എലിഫാന്റ് റെസ്ക്യൂ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഒരു ലോറി. അങ്ങനത്തെ 2 ഇവിടെ ഉണ്ട്. ഈ ആനച്ചക്കൂരിൽ തന്നെ കേട്ടോ. അതുണ്ടോ. അപ്പം നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു കൂർഗിൻ്റെ. അപ്പം നമ്മൾ ഇനി കൂർഗിലോട്ട് കിടക്കാൻ പോവാണ്. അത് കൂർഗിൽ മൊത്തം കാപ്പിത്തോട്ടമാണ്. നല്ല മണമുണ്ട് ഇവിടുത്തെ ഇറങ്ങുമ്പം തന്നെ. അപ്പം ഞങ്ങൾ കൂർഗിലെത്തിയിട്ട് ആന്റീൻ്റെ വീട്ടിൽ പോകുന്ന വഴിയായത് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വീടും പരിസരമൊക്കെ, പഴയ വ്ളോഗിൽ. അപ്പോൾ മമ്മീൻ്റെ അനിയത്തിയാണ്, ലിസി ആന്റീൻ്റെ വീട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പം ആ പോകുന്ന വഴികളാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെ ഇച്ചിരി വെയിലുണ്ട്, അതുകൊണ്ട് ഇച്ചിരി മങ്ങല് പോലെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുക. ഇതുണ്ട്, പാടത്തുകൂടിയാണ് പോകുന്നത്. കുറച്ച് പാടത്തുകൂടെ പോയിട്ട് വേണം നമ്മളവിടെ എത്താം. പിന്നെ ഒരു മെയിൻ റോഡിൽ നിന്നൊരു താഴോട്ടൊരു വഴിയുണ്ട്, അതായത് കാപ്പിയൊക്കെയുള്ള വഴി. ആ വഴിയിലൂടെ നമ്മൾ കുറച്ചും കൂടെ പോയാൽ വീടെത്തും. നമ്മൾ ലിസിയാൻഡിന്റെ വീട്ടിലെത്തി കേട്ടോ. വണ്ടി മുറ്റത്തെത്തി. അപ്പൊ അവരിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാരും. ഹായ്, എല്ലാരും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇറങ്ങിയിട്ട് പോകാം അവരടുത്തോട്ട്. മോനെയൊക്കെ കാത്തിരിക്കുകയാണ്. ലിസിയാൻഡി സുഖമാണോ? സുഖം.
ഹായ് മോനി. ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം? ഹായ് കുട്ടീസ്. ഒരാളിവിടെ ഇരിപ്പുണ്ട്. വെൽക്കം ടു അവർ ഹോം. അപ്പൊ നമ്മുടെ അങ്കിൾ ഇവിടെ ഇരിപ്പുണ്ട് ലിസിയാന്റെ അടുത്ത്. അങ്കിളെ സുഖാണോ? അങ്കിൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്കിൾ കിടക്കുമായിരുന്നു, ഇച്ചിരി ക്ഷീണമുണ്ട്, അതുകൊണ്ട് കിടന്നായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ മോനിക്കുട്ടി, ലിസിയാന്റെ മൂത്ത പുത്രിയാണ്. പുത്രൻ പുറത്തു പോയിട്ടുണ്ട്, ഇപ്പൊ എത്തിയിട്ടില്ല, വരുമ്പോ കാണിക്കാം. ഇത് നമ്മുടെ ഏബല്, മോനിക്കയുടെ മൂത്ത പുത്രൻ. ഇത് രണ്ടാമത്തെ പുത്രി ഏഞ്ചല്. അപ്പൊ ഏഞ്ചൽ മോനിന്റെ ഹസ്ബൻഡ് എവിടെയുള്ള റിയാദോ? അപ്പൊ അവിടെ ജോലിയാണ്, ഇപ്പൊ പോയതല്ലോ അല്ലേ? അപ്പൊ നമുക്ക് എന്താ തരുന്ന? ഒന്നും തരുന്നില്ലേ? വാചകരി മാത്രമേ ഉള്ളൂ. പിന്നെ പാചകരി പോലെ മോശമായിപ്പോയി. എന്ത് വേണം? അല്ല പിന്നെ എന്ത് വേണം? കൊടക് സ്പെഷ്യൽ എന്താ? പന്നിക്കറി വേണ അപ്പൊ നമ്മള് രാത്രി എന്താ കഴിക്കും? പന്നിക്കറിയോ? പന്നിക്കറി റൊട്ടി സ്പെഷ്യൽ. ബിരിയാണിയോ? ഷെഫ് ലിസിയാന്റെ ഇപ്പൊ സ്കൂളിൽ പോയിട്ട് മടുത്ത് വന്നോട്ടോ, അതുകൊണ്ടാണ് ക്ഷീണിച്ചിരിക്കുന്നത്. ഒരു വെയിലാണ് ഇവിടെ, കുടകാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെയിലുണ്ട് കേട്ടോ. മടുത്തിരിക്കുമല്ലോ ലിസിയാന്റെ. സന്തോഷമായി ഞങ്ങൾ വന്നിട്ട്. ഓ ഹാപ്പി അല്ലേ? ഞങ്ങള് ഹാപ്പി. അല്ല, ഒരാഴ്ച തൊട്ട് വെയിറ്റ് ചെയ്ത് ഇന്ന് ലാൻഡായി. പുറപ്പെടുന്നു. ഞാൻ ഒരു ദിവസം ചോദിക്കും എപ്പോഴാണ് അത് പറഞ്ഞ്. നാളെ വരുമായിരിക്കും മമ്മി. പുറപ്പെടുമ്പോഴാണ് ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തു. കാണാൻ പറ്റി. പ്രത്യേകിച്ച് ഞങ്ങളുടെ മോനിക്കുട്ടീനെ കാണാൻ. രണ്ടാമത്തെ പ്രാവശ്യം വന്നതിന് വളരെയധികം സന്തോഷം. അന്ന് വന്നിട്ട് മുങ്ങിയതല്ലേ, ഇന്നാണ് പൊങ്ങിയത്. ഒരാഴ്ച കഴിയുമ്പോ വരാന്ന് പറഞ്ഞ് പോയവരാണ്, ഇന്നാണ് വന്നത്. വളരെയധികം സന്തോഷം. Hi friends, this is my sister Angel. Angel ഒരു ഹായ് പറ. ഇത് ഇവിടുത്തെ ക്യൂട്ട് ബേബി ആട്ടോ. ഏഞ്ചു എന്നല്ല ഏഞ്ചലിനെ വിളിക്കുന്നത്. ഇത് ഏബലും. ഇവർ രണ്ടുമാണ് ഇവിടുത്തെ താരം. അപ്പം ഞങ്ങൾ വന്ന് ചോറ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. എല്ലാവരും തന്നെ ചോറ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാവരും ടേബിളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിരുത്തി. എന്നുവെച്ചാൽ ഇരുട്ടായ കാരണം ആരെയും കാണത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയിരുത്തിയത് വെളിച്ചത്തോട്ട്. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ, ഉച്ചയൂണ് കഴിക്കുന്ന പോലെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ വട്ടത്തിലിരുന്ന് കസേരക്കടെ ഇരുന്ന് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇന്നത്തെ സാമ്പാറും ചിക്കൻ കറിയൊക്കെ മോനിയുടെ സ്പെഷ്യലാണ്. ഈ അച്ചാർ ഡിസൈനിലാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ്. ചോറും നല്ല അടിപൊളിയായിരുന്നു. കഴിക്കട്ടെ കേട്ടോ. അപ്പം ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാണാം. കാപ്പിത്തോട്ടത്തിലോട്ട് ഇറങ്ങിയതാണ് വെറുതെ. ഇവിടുത്തെ കാപ്പിത്തോട്ടം ഇതൊക്കെയാണ്. കാപ്പിക്കുരു പഴുത്ത് വരുന്നുള്ളൂ. പിള്ളേർ ടെറസിന് മേളിലോട്ട് കയറുവാണ്. അപ്പോൾ പിള്ളേർ ഞങ്ങളും കൂടെ ഈ ടെറസിന് മേളിലോട്ട് കയറിയതാണ്. ഇതാണ് ഇവിടെ ഏറ്റവും ഇളയ കൊച്ച്. ഇത് മൂത്ത കൊച്ചാണ്. അവിടെ വലിയൊരു കുളമുണ്ട്, വലിയ കുളമാണ്. ആ കുളം ഒന്ന് കാണിക്കാം നമുക്ക്. ടെറസിൻ്റെ മേലോട്ട് ഫുള്ള് കണ്ടമാണ്. ഫസ്റ്റ് ഇത് കഴിഞ്ഞതാണ്, നെല്ല് കഴിഞ്ഞതാണ്. വലിയ തോട്ടങ്ങളാണ്, കാപ്പിത്തോട്ടമാണ് ഫുള്ള്. കാപ്പിത്തോട്ടത്തിൻ്റെ അകത്ത് വലിയ വലിയ മരങ്ങളുണ്ട്. അതിൻ്റെ അകത്താണ് ഈ കാപ്പിത്തോട്ടം ഉള്ളത്. കാപ്പിക്കുരുവൊക്കെ പഴുത്ത് വരുന്നുള്ളൂ, മൂത്തിട്ടുണ്ട്, പറിക്കാനായിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ കാപ്പിക്കുരുണ്ട്. കുറച്ച് വാഴയുണ്ട് ഇവിടെ.
ഇതിൻ്റെ അകത്ത് പുളിയുണ്ട്, പിന്നെ കുരുമുളകുണ്ട്. കുരുമുളക് പഴുത്തിട്ടില്ല, അതും പഴുത്ത് വരുന്നുള്ളൂ, അതും പഴുത്തിട്ടില്ല. കുരുമുളകിൻ്റെ തോട്ടമാണ് മേളിലോട്ടുള്ളത്. ഇത് നാരങ്ങയല്ല, ഇത് നാരങ്ങ, മുഴുത്ത സൈസ് നാരങ്ങ ഉണ്ടാകുന്ന ചെടിയാണ്. ഇത് കൂടെ കുറേ ചെടി ഇവിടെ കാണുന്നുണ്ട്. ഓറഞ്ച് അല്ല എന്നാണ് പറഞ്ഞത്, കൈപ്പുളി എന്നാണ് പറഞ്ഞത്. ഇത് കുറേ ഉണ്ട് ഇവിടെ. അതാണ് ഇവിടുത്തെ കുരുമുളകുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കുരുമുളക് ആയിട്ടില്ല ഇതിൻ്റെ, എല്ലാം ഇങ്ങനെ ഇതുപോലെ നിൽക്കുന്ന കുരുമുളകാണ്, ആയിട്ടൊന്നുമില്ല. അങ്ങനെ കുരുമുളകിൻ്റെ ചെടികളാണ് ഇതെല്ലാം. വലിയ മരമാണ് ഇത് എന്താ മരമെന്ന് അറിയത്തില്ല. കാപ്പി തോട്ടത്തിലോട്ട് കയറിയതാണ് ഞങ്ങൾ. നന്നായിട്ട് കാപ്പിക്കുരു ഉണ്ട്. ഇതുണ്ടല്ലോ, നന്നായിട്ട് വിളഞ്ഞ് കാപ്പിക്കുരു, ഇഷ്ടംപോലെ കാപ്പിക്കുരു ഉണ്ട്. നല്ല ഈ കമ്പ് വഴി ഇതുണ്ടല്ലേ, നിറഞ്ഞ് നിൽപ്പുണ്ട്. ഇതേപോലെ എല്ലാ കാപ്പിയിലും കുരുകളുണ്ട്, കാപ്പിക്കുരുകൾ. ഇവിടെ ഈ പറമ്പിൽ ഇഷ്ടം പോലെ പുറ്റുകളുണ്ട്. പുറ്റെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പൊക്കമുള്ള സൈസ് പുറ്റുകളാണ്. നിലത്ത് നമ്മുടെ പൊക്കമുള്ള സൈസ് പുറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ചുറ്റിനും കാപ്പിയാണ്. കാപ്പിത്തോട്ടത്തിൻ്റെ അത് ഫുള്ള് കാപ്പിയും, വലിയ മരങ്ങൾ, വലിയ മരങ്ങളാണ്. എന്താ മരം എന്നറിയില്ല. പിന്നെ വലിയ മണ്ട വരെയും കുരുമുളകും കഴിച്ച് കിടപ്പുണ്ട്. ഇതാണ് തോട്ടത്തിൽ, ഇതാണ് കാപ്പിക്കുരു. ഇതേപോലെ കാപ്പിക്കുരു എല്ലാ കമ്പക്കട, എല്ലാ കാപ്പിയക്കട ഇഷ്ടംപോലെ കുരുവുണ്ട്. കുരുമുളക് ആയിട്ടില്ലാന്ന് തോന്നുന്നു, ഒരു പിഞ്ച് മോഡലാണ് കാണുന്നത്. അമ്പായിട്ടാ മരം. ലിസാൻ്റെ ഇവിടെ നമ്മുടെ പന്നി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പൊ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി പരത്തിയിട്ട് വേവിക്കാൻ വെക്കും. എത്ര വിസിൽ വേണമെന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മതി, നല്ല 3. അത് വേവ് അനുസരിച്ചിട്ട് നോക്കാം. നമ്മൾ ഈ നെയ്യ് ഉരുക്കിയെടുക്കും അതിൻ്റെ, ഇല്ലല്ലോ? നെയ്യുള്ളത് ഇറക്കിയാണെങ്കിൽ നെയ്യ് ഉരുക്കിയെടുക്കും വേറെ ആയിട്ട്, അല്ലെങ്കിൽ അത് തിന്നാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പന്നിക്കകത്തോട്ട് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ ചെറിയ ജീരകം കൂടെ ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് അടുപ്പ് വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഈ ചതച്ച് വെച്ച ഉള്ളി മുളകൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഈ പോർക്ക് മസാലയില്ലേ, ഇത് പോർക്ക് മസാല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടോ പോർക്ക് മസാല, നല്ല കാപ്പിപ്പൊടിയുടെ നിറമാണ്. ഇപ്പം നമ്മുടെ കറി തന്നെ മാറിയില്ലേ, നല്ല കറുത്ത കളറായിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും വേവിച്ചിട്ട് പിന്നെ ചേർത്താലും മതി, ലാസ്റ്റ് ഇട്ടാലും മതി. ഇത് എല്ലാം കൂടി ഒന്നിച്ചാക്കണോണ്ട് എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം അല്ലേ? ഇനി ഇത് വറക്കൊന്നും വേണ്ടില്ല, അങ്ങനെ ഇട്ടാൽ മതി അല്ലേ? ഇതിലെല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ കുരുമുളക് പൊടിയും എല്ലാ മസാല, ഇനി നമ്മൾ എക്സ്ട്രാ മസാല ഒന്നും വേണ്ട, ചേർക്കാനില്ല. നമ്മൾ ജീരകം മാത്രം ഒന്ന് ആ ഉള്ളിയിൽ ചേർത്തിട്ടുണ്ട്, അല്ലാതെ ഇനി ഒരു മസാല നമുക്കിനി ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് പുളിനീരും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം ഒന്ന് തിരുമ്മി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പിടിപ്പിക്കണം. നമ്മൾ വെള്ളം ഒഴിക്കുക വേവിക്കുമ്പോൾ, ഒരു തുള്ളി വെള്ളം കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കും. ഈ പുളി ഇടുന്ന എന്തിനാ ലിസാൻ്റെ? വയറിന് ഇത് പന്നിയിറച്ചി പുളി ഇട്ടാ പിന്നെ ഒരു ഇതും ഉണ്ടാവില്ല, വയറിനൊരു ഇത് നമുക്ക് ഇത് കൊളസ്ട്രോൾ അതിനെല്ലാം ഇതാക്കും. ഈ പുളിനീര് അവോയ്ഡ് ആക്കും. ഇപ്പൊ പുളിനീര് ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് കറി വെന്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലേ? വേണമെങ്കിൽ ഇച്ചിരി കൂടി ചേർക്കാം. അല്ല അത് അപ്പൊ പുളിനീരില്ലെങ്കിൽ നമുക്ക് ഒരു കഷ്ണോ 2 കഷ്ണോ കുടംപുളി ഇട്ട് കൊടുത്താലും മതി. പക്ഷെ പുളിനീരാണ് ഇതിന് ബെസ്റ്റ്. കണ്ടോ, നമ്മുടെ ഇതൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതാണ് നമ്മുടെ പുളിനീര്. ഇവിടെ കാച്ചമ്പുളി എന്നാണ് പറയുന്നത്, കുടംപുളിക്ക് കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തതുണ്ടോ, നല്ല തിക്കായിട്ടുള്ള പുളിയാണ്. ചില സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് ഇത് കിട്ടും, പക്ഷെ അത്ര നല്ലതൊന്നും കിട്ടത്തില്ല. കൂർഗിൽ വരുവാണെങ്കിൽ നമുക്ക് നല്ല പുളിനീര് കിട്ടും. ഇവിടെ വാങ്ങിക്കാനും കിട്ടും കടകളിലൊക്കെ. ഇവിടെ വന്നിട്ട് ഫുള്ള് വിശ്രമത്തിലായിട്ടോ, നമുക്ക് ഒരു പണിയില്ല. ലിസാൻ്റെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്.
അപ്പൊ എനിക്ക് ഒരു പണിയില്ല കേട്ടോ. അപ്പൊ ഇതവിടെ കുഞ്ഞിക്കുടുക്കുണ്ട്, എന്തൊക്കെയോ കാണിച്ചോണ്ടിരിക്കോ. എന്നാ ചെയ്യുന്ന അങ്ങനെ മേക്കപ്പ് ഇടുവാണോ? മേക്കപ്പ് ഏഞ്ചു ഒരു ഹായ് പറഞ്ഞു. ഏഞ്ചു ഹായ് പറ. ഇതെന്താ പോണു? ഇത് ഞാൻ ചാർജ് വെച്ചത്, ചാർജ് ഇല്ല. അപ്പൊ നമ്മുടെ പന്നിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ, നല്ല കറുത്ത കളറൊക്കെ ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൊട്ടി ഉണ്ടാക്കാൻ പോവാണ്, അത് ഞാൻ കാണിക്കാം. അപ്പൊ നമ്മള് റൊട്ടി ഉണ്ടാക്കാൻ പോവല്ലേ. അപ്പൊ ഇതിന് എന്തൊക്കെയാ ചേർത്തെ? ഇതിന് പച്ചരിന്റെ ചോറ്, കുറച്ച് സോൾട്ട്. പച്ചരിന്റെ ചോറിന് പറയുമ്പോൾ നമ്മള് വൈറ്റ് റൈസ്, വൈറ്റ് റൈസ്, ദോശ ഉണ്ടാക്കുന്ന അരിയായാലും കുഴപ്പമില്ലല്ലോ, അതിന്റെ ചോറായാലും. പിന്നെ പിന്നെ സോൾട്ട്. അപ്പൊ ഈ ചേച്ചിയാണ് നമുക്ക് ഇന്ന് റൊട്ടി ഉണ്ടാക്കി തരുന്നത്. ആന്റി കുറുകിയല്ലേ? അപ്പൊ ആന്റി നന്നായിട്ട് ഉണ്ടാക്കി തരും. ഇതുണ്ടോ നമ്മുടെ അരിയൊക്കെ, ഇത് ചോറും നമ്മുടെ അരിപ്പൊടിയും മിക്സ് ആക്കി. ഏത് അരിപ്പൊടിയായാലും നമ്മൾ പച്ച വറക്കാത്ത അപ്പൊ എങ്ങനെ അളവുണ്ടോ? അളവൊന്നുമില്ല, അതിപ്പോ പൊളിക്കുമ്പോൾ അതെങ്ങനെ ഇതാകും. അല്ല അരി എത്ര വേണം? അങ്ങനെയൊന്നുമില്ല, ചോറ് ഇടും എന്നിട്ട് ഈ പൊടി അളവിന് അളവിന്. അങ്ങനെയാണോ? മെയിനായിട്ട് ഇതിനകത്ത് ചോറാ? ചോറ് ചോറ് അരിപ്പൊടി അത് രണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉടയ്ക്കണം അല്ലേ? കറി വെന്തിട്ടില്ല, നന്നായിട്ട് കുഴച്ചെടുക്കണം അല്ലെ? നമ്മള് കൈ കൊണ്ട് കുഴക്കുന്നതാണ് ഈ റൊട്ടീന്റെ പാകം. അപ്പൊ നമ്മൾ വെള്ളമൊന്നും ചേർക്കൂല, വെറും ചോറും അരിപ്പൊടിയും മാത്രം, ഉപ്പും എണ്ണ അങ്ങനത്തെ ഒന്നും വേണ്ട. അപ്പൊ നല്ല കഷ്ടപ്പാടുള്ള പണിയല്ലേ? ഇല്ലേ? പക്ഷെ അത് കുഴച്ചെടുക്കണ്ടേ നന്നായിട്ട്? ഞാനിപ്പോ വന്നിട്ട് ഇതിപ്പോ നാളത്തേക്കൊക്കെ കഴിക്കാൻ പറ്റും നമുക്ക്? നമ്മള് ആസ്കേറ്റില് വെച്ചിട്ട് രാവിലെ ചൂടാക്കിട്ട് വേണമെങ്കിൽ കഴിക്കാം. അത് ഇപ്പൊ പാക്കറ്റിലുള്ള അപ്പൊ നമ്മുടെ മാവ് കണ്ടോ ഈ ഒരു പരുവത്തിലെത്തി. ഞാനാ കുഴക്കുകയാണ്, ഇതൊന്നും ആവില്ല കേട്ടോ. ഇതൊക്കെ കുറെ എക്സ്പീരിയൻസ് വേണം കണ്ട. അപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം വെക്കണോ? അപ്പൊ ഇത് കുറച്ച് സമയം വെക്കണോ? വേണ്ട. അപ്പൊ തന്നെ നമുക്ക് ചൂടാല്ലേ? അപ്പൊ തന്നെ ചൂടാ വെച്ചാലും കുഴപ്പമില്ല. അതിന് ഓരോ അരിപ്പൊടി ഓരോ. ഈ ചോറ് ഇങ്ങനെ നല്ലതായിട്ട് മാവ് പോലെ ആയി കിട്ടണം അല്ലെ നമ്മുടെ കയ്യില്? എനിക്ക് തോന്നുന്നു ചപ്പാത്തിനെക്കാളും കഷ്ടപ്പാടുണ്ട്. എനിക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കണ്ടോ നമ്മൾ നേരത്തെ കണ്ട നമ്മളെ ചോറ് എങ്ങനെയായി കണ്ടോ? നല്ല മാവിന്റെ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഈ നമ്മുടെ മാവ് ഇവിടെ പരത്തി എടുക്കുവാണ്. അതോടൊപ്പം കണ്ടോ നമ്മുടെ ദോശക്കല്ലും കൂടെ അടുപ്പേ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഷീറ്റ് പേപ്പർ അല്ലെ, പ്ലാസ്റ്റിക്കിന്റെ. നമ്മൾ എണ്ണയൊന്നും തൂക്കണ്ട, വെള്ളം മാത്രം. വെള്ളം ഇങ്ങനെ എന്നിട്ട് നമ്മൾ പരത്തി എടുക്കുന്നു. അതും കൈ കൊണ്ടല്ലേ? അപ്പൊ നമുക്ക് ചപ്പാത്തിക്കോല് പോലും വേണ്ട കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി. കണ്ടോ അപ്പൊ നമ്മുടെ റൊട്ടി കണ്ടോ, അക്കി റൊട്ടി ഇതാ ഇവിടെ നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട് ചേച്ചി. കണ്ടോ നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട്. നമ്മുടെ കൈ ഉപയോഗിച്ചാണ് എല്ലാ പരിപാടി കേട്ടോ. നമ്മളൊരു ചപ്പാത്തി പോലെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ നമ്മൾ വെറും പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് നല്ല വൃത്തിയാക്കി എടുത്തിട്ട് അതിനാണ് നമ്മൾ പരത്തി എടുക്കുന്നത്. ഇതാണ്ടോ നമ്മുടെ റൊട്ടി കല്ലേലിട്ടു. പിന്നെ അത് പൊള്ളി വരുമോ കൊമളിച്ച് തിരിച്ച് മറിച്ച് വിട്ടിട്ട് എടുക്കണം. അപ്പം നമ്മുടെ റൊട്ടി കണ്ടോ ഇങ്ങനെ കൊമളിച്ച് വരുന്നുണ്ട്. നമ്മൾ ഈ ചപ്പാത്തിയും പൂരിയൊക്കെ ആക്കുമ്പോൾ പൊന്തി വരുന്ന പോലെ പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ റൊട്ടി പകുതി വേവ് ആയി കഴിയുമ്പോൾ നമ്മളിതുണ്ടോ ഈ ഗ്യാസിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ വെച്ച് കൊടുക്കണം. കല്ലേന്ന് എടുത്തിട്ട് അങ്ങോട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. കുറെ സമയം വെക്കണം. ആ 2 പ്രാവശ്യം ഒന്ന് ഇങ്ങനെ പൊള്ളി വന്നാൽ ഇതുണ്ടോ. നമ്മുടെ റൊട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അക്കി റൊട്ടി കൂർക്ക് സ്പെഷ്യൽ ആട്ടോ.
പൊള്ളി വന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ട്. ഇതാണ് നമ്മുടെ റൊട്ടി. ഇത് ഇന്നത്തെ അക്കി റൊട്ടി ഉണ്ടോ? ഇതെങ്ങനെ ഇങ്ങനെ ഓരോ ഫെസ്റ്റിവലിനാണോ കൂടുതൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്? കൂർഗിന്റെ ബെസ്റ്റായിട്ട് എന്താ ഉള്ളത്? ഈ പുത്തരിയുണ്ട്. അപ്പം നമ്മുടെ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ പിള്ളേരുള്ളതുകൊണ്ടാണ് കേട്ടോ ഒച്ചയൊക്കെ കേൾക്കുന്നത്, ഞങ്ങളൊന്നും വിചാരിച്ചേക്കല്ലേ. ഞാൻ ഈ റൊട്ടി ഒന്ന് കഴിച്ച് നോക്കാൻ പോവാണ്. ഞാൻ ആൽഫക്കും കൂടെ കൊടുക്കുവാണ് ടേസ്റ്റ് നോക്കാൻ. അവൾ പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാൻ കാണിക്കാവേ. അപ്പം എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഇഷ്ടമായോ? ആദ്യമായിട്ടല്ല കഴിക്കുന്നത്? ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് പോലും. ഉണ്ടാക്കുന്നതും കഴിച്ചു നോക്കില്ല. കഴിച്ചു നോക്കട്ടെ. നല്ല സൂപ്പറല്ലേ? അപ്പോൾ ഈ റൊട്ടിയിൽ നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ, എണ്ണയൊന്നും ചേർക്കുന്നില്ല. നമ്മളിത് ചുമ്മാ ചുട്ടെടുക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പം നല്ല ഒരു ഹെൽത്തി തന്നെയാണെന്ന് പറയാം നമുക്ക്. വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ആർക്കും കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. വെറും ഉപ്പും അരിപ്പൊടിയും ചോറും മാത്രമാണിത്. അപ്പോൾ ആൻറ്റി ഒരു കൂർഗിയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കൂർഗി ഡിഷ് നമുക്ക് കണ്ടു പഠിക്കാനും പറ്റിയല്ലോ. അപ്പോൾ ആൻറ്റിയുടെ പേരെന്താ ആൻറ്റി? എൻ്റെ പേര് ഭവാനിയാണ്. ഭവാനി. നമ്മുടെ കൂർഗ് മാതാപ്പുറാണ് നമ്മുടെ നേറ്റീവ് പ്ലേസ്. ആ, അതെവിടെ? ഒരു ഈ കൊടകി തന്നെ അല്ലേ? കൊടകത്തിയാണല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് റൊട്ടി. ഞാൻ ഈ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഹോട്ടലിലെല്ലാം പോയി കഴിച്ചു, പക്ഷേ ഇതൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. അവർ ഈ തക്കാളി ഉള്ളിയൊക്കെ വെച്ചിട്ടാണ് അവർ അക്കി റൊട്ടി എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് തന്നത്. പക്ഷേ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി, കൊടകര് അല്ല കൂർഗീസ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ അക്കി റൊട്ടി. ഇതിന്റെ കൂടെ നമുക്ക് എന്താ കഴിക്കാൻ പറ്റുമോ? എന്ത് ചട്നി വേണമെങ്കിൽ ചട്നിയോ കൂട്ടാം. ഈ ചട്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദോശന്റെ ചമ്മന്തിയാണോ? ചോത്തിന്റെ ചമ്മന്തി അല്ല, ഇത് മുതിര എന്ന് പറഞ്ഞാൽ അറിയോ? അറിയാം. അതിന്ന് തേങ്ങ, പുളി, ഉപ്പ്, മുളക് എല്ലാം ഇട്ടിട്ട് ചട്നി അരച്ച്. മുതിര നമ്മൾ വെള്ളത്തിലിടണം? ഇല്ല, വെള്ളത്തിലില്ല, കുറച്ച് ചൂടിൽ വറുത്തിട്ട്. ആ റെസിപ്പിയും കൂടി എനിക്കൊന്ന് പറഞ്ഞു തന്നെ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതാ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയത്? ഇതിന്റെ കൂടെ കഴിക്കാം. ഇതില് എല്ലാ കൂട്ടം ഉപ്പേരി കൂടെ ഇതിലിട്ടിട്ട് കഴിക്കാം. ക്യാബേജ് ഉപ്പേരി കൂടെ ആക്കിയിട്ട് റൊട്ടിയുടെ കൂടെ. പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ കടുംപുട്ടല്ലേ? കടുംപുട്ട് പഞ്ചകരി ഭയങ്കരമായിട്ടും ഇതാണല്ലേ. കല്യാണങ്ങൾക്കല്ലേ അത് കൊടുക്കുക? കല്യാണത്തിന് പിന്നെ ഫെസ്റ്റിവൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ പുത്തരിക്കല. ഈ കല്യാണത്തിന് ചിക്കൻ ഒന്നും ഉപയോഗിക്കൂല? ചിക്കന് എന്തായാലും മെയിനായിട്ട് പന്നി. അത് വിട്ടിട്ടൊരു പരിപാടിയല്ല. അതിങ്ങനെ വരട്ടി എടുക്കുന്നതിന് നല്ല ടേസ്റ്റ് അല്ലേ? അത് ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുന്നതല്ലേ ടേസ്റ്റ്? ആ പുളിയൊക്കെ പിടിച്ചിട്ട് ടേസ്റ്റ്. എനിക്ക് ആ മുതിരേന്റെ ചമ്മന്തി ഒന്നും പറഞ്ഞു തരണം കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് നമ്മുടെ എല്ലാവർക്കും വേണ്ടി നമുക്കതൊന്ന് പറയാം. അപ്പം ആൻറ്റി ഇവിടെ കണ്ടോ ചുട്ടുകൊണ്ടിരിക്കുകയാണ് പണി. ഞാനൊക്കെ നോക്കിയിട്ട് നല്ല കഷ്ടപ്പാടുള്ള പണി കേട്ടോ. പക്ഷെ ചേച്ചി പറഞ്ഞ അത്ര വലിയ പണിയൊന്നും ഇല്ല, ഈസിയാണെന്ന് പറയുന്നത്. ഞാൻ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു ഇതെങ്ങനെ ചെയ്താലും ഞാൻ ചെയ്താലാവോന്നൊക്കെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉടച്ചെടുക്കണം കൈ കൊണ്ട്. അപ്പൊ നമ്മുടെ റൊട്ടി എല്ലാം ചുട്ടിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഒരു പാട്ട് പാടാം. യൂട്യൂബ് സബ്സ്ക്രൈബ്സ് ഒന്ന് നോക്കൂ. പഠിക്കോ ചേച്ചി പാട് പ്ലീസ്. മേലേ മാനം മാനം നീലേ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലേ മേലേ മാനം മാനം നീലേ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. വേനൽക്കിനാവിന്റെ ചെപ്പിൽ വീണു മയങ്ങുമെൻമുത്തേ നിന്നെ തഴുകി തലോടാൻ നിർവൃതിയോടെ
അപ്പം ഞങ്ങൾ ഇവിടെ കൂർഗി ഡാൻസാണ് കേട്ടോ ഇത്. പാട്ടിടാത്ത എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വരുന്നുണ്ട്. ഇത് പാട്ടിട്ട് കളിക്കുവാണെങ്കിൽ നല്ല രസമാണ് കാണാൻ. കൂർഗീസിൻ്റെ ഒരു പാട്ടുണ്ട് ഇതിന്, പക്ഷേ അത് നമുക്ക് ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇരിക്കും, ഞാൻ പറഞ്ഞു കൂർഗ് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ ഒരു കളിക്കുന്നതാണ്. നല്ല രസമല്ലേ കാണാൻ. പാട്ടും കൂടെ ഉണ്ടായിരുന്നേ അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പൊ ഞങ്ങള് കൊടകിൽ വന്നിട്ട് അക്കി റൊട്ടിയും പന്നിക്കറിയും കൂർക്ക് പോർക്ക് കഴിക്കാൻ തുടങ്ങി. ഞാൻ അതിന്റെ കൂടെ എനിക്ക് അക്കി റൊട്ടി തന്നെ നമ്മൾ കുറച്ച് ചോറ് കൂടെ എടുത്തു തരൂ. അതും കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത്. ഞങ്ങൾ കഴിക്കും കേട്ടോ. അടിപൊളിയാണ് അക്കി റൊട്ടി. നല്ല കറിയാണ്. റൊട്ടി നല്ലതാണ്. റൊട്ടി സൂപ്പർ, കറി സൂപ്പർ, രണ്ടുപേർക്കും താങ്ക് യു. കൂർഗിൽ വന്നാൽ മാത്രമേ ഈ കൂർഗ് സ്പെഷ്യൽ ഐറ്റം അക്കി റൊട്ടിയും പിന്നെ നമ്മുടെ പോർക്കും അതിന്റെ ടേസ്റ്റ് ഇട്ട് കൂർഗിൽ തന്നെ കഴിക്കണം. നമ്മൾ അവിടെ ഉണ്ടാക്കി വെച്ചാൽ അത്ര ഉണ്ടാകുന്നില്ല. കൂർഗിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ്, ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നാളെ നമ്മൾ കൂർഗുമായിട്ടുള്ള എപ്പിസോഡായിട്ടാണ് വരുന്നത്. കൂർഗിലെ കുറച്ച് കാഴ്ചകളും കൂടെ ഇനിയുണ്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി. ഞങ്ങളുടെ ഒരു ദിവസം കൂടെ ഉണ്ട്, അപ്പം അതൊക്കെ ഞങ്ങൾ കാണിക്കാം. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. ഒരു ബൈ പറഞ്ഞു. ബൈ.